ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നാമതായിട്ട് നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ വീട് പണീൻ്റെ അപ്ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലേഡീസിന് ഒത്തിരി ഇഷ്ടമാണല്ലോ, നല്ല ഭംഗിയില്ല എവിടെയും കാണാത്ത കുറേ ഐറ്റംസ് പാത്രങ്ങൾ കാണാനും വാങ്ങിക്കാനും ഒക്കെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ ഐഷാസ് കാട്ടിൻ്റെ ഒരു നോമ്പുതുറ വിശേഷമുണ്ട് കേട്ടോ. റൂയി എടുക്ക വന്നിക്കണ്, ചുമ ഉണ്ടോ? റൂയി എടുക്ക വന്നിക്കണ്. റൂയിൻ്റെ പുതിയ വീട്ടിലേക്കാണ് വന്നിക്കണത്. വാ റൂയി വാ, ഷാജി വാ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്, അപ്പം അതൊന്ന് കാണിച്ചു തരാം. പിന്നെ ഇന്നലെ കുറേ ആൾക്കാർ മീൻസ് ലാസ്റ്റത്തെ വീഡിയോയിൽ ചോദിച്ചിരുന്നു ഈ കൂൾ ടൈൽസ് എന്താണ് ഒന്ന് കാണിച്ചു തരുമോന്ന്. അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഡോർ എടുത്താ റൂമോള് നമ്മളിതിലൂടെ നമ്മൾ അയിലൂടെ വാ റൂയി വാ. ഷാൽജി വന്ന് കണ്ടിടോ. കഴിയണട്ടാ, തീരണോ? തീരണോ? അല്ല, ഡിസംബർ ലാസ്റ്റ് അപ്പം ശരിയായി തരാറുണ്ടാണ്. ഇപ്പം ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അല്ല ഇവിടെ വന്ന ശരിക്കും പുറത്തൊക്കെയാണ്. കിച്ചൺ തുടങ്ങിയാ? ഇതെന്താ? ഓ, ഫ്രണ്ട് ഡോർ ഇങ്ങനെ ആക്കി അല്ലേ? ഏത് ഗ്യാപ്പില്? ലോങ് ഹാൻഡിൽസ് അല്ലേ? ഇവിടെ ഇത് കൂട്ടിയെടുത്തു അല്ലേ എല്ലാം കൂടി? ഇത് ചവിട്ടാൻ പറ്റുമോ? ആണല്ലേ, ആ സ്റ്റെപ്പും 2 സ്റ്റെപ്പ് മതിയല്ലോ. ഇപ്പൊ വീതി ഉണ്ട് കേട്ടോ. അല്ല, ഈ അമ്മയും കൊട്ടത്തോളം എനിക്ക് ഹൈറ്റ് കൂടുവോ? ഈ അമ്മയും കൊട്ടത്തോളം എനിക്ക് ഹൈറ്റ് കൂടുവോ? ഇത് ഹൈറ്റ് ഉള്ള പോലെ ഇപ്പൊ അപ്പൊ ശരിയായിരിക്കൂലേ? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അത് അവരുടെ ഇതിലാണ് വെച്ചത്, അതാ ചോദിച്ചത്. മെയിൻ ഡോറാണിത്. മെയിൻ ഡോറ് ഇങ്ങനെ റീപ്പേഴ്സൊക്കെ വെച്ച് ഇവിടെ പെയിന്റ് അടിക്കുന്നു അല്ലേ? ഇവിടെയും വൈറ്റ് കാണാൻ ഭംഗിയാണ്, പക്ഷേ ക്ലീനിങ് മേലെ കൂടി പോയിട്ട് മേലെ കാണാനോ? വൈറ്റ് എന്ന് വെച്ചാൽ പ്യൂർ വൈറ്റ് അല്ല, കാണുമ്പോ എങ്ങനെയാണ് ലൈറ്റ് ഉണ്ട്. ആകെ കണ്ടത് ബാത്റൂമാണ്. ബാത്റൂമിൽ ഈ ബോക്സ് എന്താന്ന് എല്ലാവരും ചോദിച്ചിരുന്നു. ഇതിൽ വെള്ളമൊക്കെ ഇട്ട് റെഡി ആക്കിയില്ലേ? ടെസ്റ്റ് ചെയ്തില്ലേ? ഇത് വൈറ്റ് ആണ്. ഇതാണ് ടൈല്. ഓക്കെ, ഗ്രേ അല്ലല്ലോ. എന്താണ് ഈ കൂൾ ടൈൽസ് എന്ന് പറഞ്ഞാൽ? എന്താന്ന് ചോദിക്കേണ്ടത്.
ഈ ഏരിയ പെയിന്റ് അടിക്കാണ്ട് ഇതാണ് കൂൾ ടൈൽസ്. സാധനങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ഒരു കുറേ പേര് നമ്മളെ കൂൾ ടൈൽസിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂൾ ടൈൽസ് ഒന്ന് പറഞ്ഞുതരാം. കുറച്ച് പൊടി വളർന്നു. ഓക്കെ, ഇല്ല, ഇതാണ് കൂൾ ടൈൽസ് കേട്ടോ. അപ്പം നേരത്തെ കണ്ടപ്പോൾ ഇത് വൈറ്റ് കളറായിരുന്നു, പക്ഷേ ഇപ്പോൾ പറയുന്നത് ഇത് ഗ്രേ ആണത്രേ ഈ ടൈല്. ഇത് താഴെ നമ്മൾക്ക് കിച്ചണാണ് ഇതിൻ്റെ താഴെ. അപ്പോൾ താഴെ കിച്ചണിൽ ചൂട് കുറയാൻ വേണ്ടിയിട്ട് ഒട്ടിക്കുന്നതാണിത്. നമ്മൾ ഓപ്പൺ ടെറസിലാണിത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ടൈല് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞാലോ അല്ലേ? ഇതെല്ലാം ഒരേ കളർ തന്നെയാണല്ലേ? പക്ഷെ മാറ്റ് ഫിനിഷിംഗ് ഉണ്ടായിട്ട് ഇങ്ങനെ എന്തെങ്കിലും പിടിച്ച് കഴിഞ്ഞാൽ അവിടെ കളറായി നിൽക്കുന്നുണ്ട്. പക്ഷെ തുടച്ചു തന്നെ അപ്പോൾ തന്നെ പോകുന്നുണ്ട്. കുഴപ്പം പറ്റില്ല. അപ്പോൾ ഞങ്ങൾ സിമെൻറ്റായിട്ട് ഞങ്ങൾ പേടിച്ചിരുന്നു ക്ലിയർ ആക്കാൻ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോൾ സിമെൻ്റ് ആയാലും പെട്ടെന്ന് തുടച്ച് ഞങ്ങൾ പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾ പണി തീർന്നില്ല ഇവിടുത്തെ? കഴിയുന്നതോടെ തീരും. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇവിടെ വേറെ വർക്കില്ലല്ലോ? ഇത് താഴെ കുറച്ചും കൂടെ ഉണ്ട്. ടൈലിൻ്റെ അതുണ്ട് അല്ലേ? ആ, ഒപ്പം വിട്ടോ. അപ്പോൾ വേഗം പണി തീർത്തോളി, നമുക്ക് ഉടിരിക്കാനുള്ള കേട്ടാ. ആ, ഇവിടെ ഒട്ടിച്ചോ? ടയർ ഒട്ടിച്ചോ? വണ്ടി തിരിക്കുമോള്? ഞാൻ കയറാൻ പറ്റുമോ? കിച്ചൻ്റെത് അല്ലേ? അത് നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. ആ, അതോ വൈറ്റ്, ഗ്ലോസി വൈറ്റ് അല്ലേ? ഓക്കെ. അപ്പുറത്ത് ഗ്ലാസ് അല്ലേ വരുന്നത്? ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ലേഡീസിന് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാര്യം കാണാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നല്ല, പാത്രങ്ങൾ തന്നെ കേട്ടോ. അതും എവിടെയും കാണാത്ത കുറേ ഐറ്റംസ്, നമ്മൾ പിൻട്രസ്റ്റ് വൈബ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കുറേ കളക്ഷൻസ്. ഹൗസ് വാമിങ്ങിനായിട്ട് നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ജസ്റ്റ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എല്ലാം കൂടി ഒരു സ്ഥലത്ത് തന്നെ വാങ്ങിച്ച് പോവാം. അപ്പോൾ ഇതിൻ്റെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത്, പേര് അൽ ഗസാലി പാത്രപ്പൂര കേട്ടോ. ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടിയാണ്. കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരകം ഉണ്ടല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ. റോഡ് സൈഡിൽ നമ്മൾ നേരെ കാണാൻ പറ്റുന്ന നല്ല പാർക്കിംഗ് സ്പേസൊക്കെയുള്ള നല്ലൊരു ഏരിയ തന്നെയാണ്. അപ്പോൾ അതാ ഞാൻ ഷോപ്പിലോട്ട് കയറിയ പാടെ കണ്ട കുറച്ച് കളക്ഷൻസാണിത് കേട്ടോ. ഇത് ടീ പോട്ടും കപ്സും ആട്ടോ. അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എന്താ പറയുക, നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും, അങ്ങനത്തെ കുറേ കളക്ഷൻസ്. ഞാൻ വീഡിയോയിൽ എടുത്തതിലും കൂടുതലുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി വീഡിയോയിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. നല്ല ഒരു പിൻട്രസ്റ്റി വൈബ് എന്നൊക്കെ പറയേണ്ടി വരും. നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന അങ്ങനത്തെ കളക്ഷൻസ് ഇല്ല. ഇതൊക്കെ ഇമ്പോർട്ടഡ് കളക്ഷൻസാണ്. നമുക്ക് എല്ലാ ഷോപ്പുകളിലും കാണാൻ പറ്റില്ല കേട്ടോ അങ്ങനത്തെ കളക്ഷൻസ്. പിന്നെ കുറേ ആൾക്കാർ, ഞാൻ യു എയിലത്തെ ട്രെൻഡി ഗോൾഡിൻ്റെ കളക്ഷൻസ് ഇടുമ്പോൾ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് അതൊക്കെ നാട്ടിൽ കിട്ടുമെന്ന്. അപ്പോൾ ട്രെൻഡി ഗോൾഡ് കണ്ടിട്ടുള്ള കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. കാരണം ഇവിടെ കൂടുതലും ഇമ്പോർട്ടഡ് കളക്ഷൻസ് ആണുള്ളത്. അപ്പം നാട്ടിലുള്ളവർക്ക് നിങ്ങൾക്ക് ആ ട്രെൻഡി ഗോൾഡ് കണ്ടിട്ടുള്ള കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നോളൂ. നിങ്ങൾക്ക് അതിലും അടിപൊളി കളക്ഷൻസ് ഇവിടെ കിട്ടും. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, നമ്മൾ ഈ സ്പൂണ് ഫോർക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന അങ്ങനത്തെ പോട്ടുകൾ, അതൊക്കെ നമുക്ക് അധികം കാണാൻ പറ്റാത്ത കളക്ഷൻസാണ്, ഓർഗനൈസേഴ്സാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറേ ടൈപ്പുകളുണ്ട്. ഒന്നിൽ തന്നെ കുറേ എന്താ പറയുക കളക്ഷൻസും ഉണ്ട്, പ്ലസ് കുറേ വെറൈറ്റീസും ഉണ്ട് കേട്ടോ. ഇത് 3 ഫ്ലോറിലായിട്ടാണ് ഈ പാത്രപ്പുര ഉള്ളത്. അതായത് മുകളിലോട്ടൊരു ഫ്ലോറുണ്ട്, താഴോട്ടുണ്ട്, അതായത് അണ്ടർഗ്രൗണ്ടും ഉണ്ട് കേട്ടോ. അത്രയും നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നമുക്കൊരു വീഡിയോയിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, അത്രയും കളക്ഷൻസ് ഉണ്ട്. പിന്നെ ബോറോസിലിക്കേറ്റ് പാത്രങ്ങൾ അതിലുണ്ട്. പിന്നെ ഇത് ഗ്ലാസ് ഡിസ്പെൻസേഴ്സ് ഇല്ലേ, അതിലും കുറേ കളക്ഷൻസ്. പിന്നെ ഇതൊക്കെ സെർവിങ് ഡിഷുകൾ അങ്ങനത്തേലുണ്ട്. പിന്നെ ഈ നട്ട്സൊക്കെ ഇട്ട് വെക്കുന്ന പാത്രങ്ങളില്ലേ, അങ്ങനത്തെ റൊട്ടേറ്റിംഗ് പാത്രങ്ങൾ, അതിലൊക്കെ കുറേ വെറൈറ്റീസ് ഉണ്ട്. നമ്മളിങ്ങനെ
നമ്മൾ വാങ്ങിക്കാനില്ലെങ്കിലും പോലും നമുക്ക് പാത്രങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടാവില്ലേ? അങ്ങനത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങൾ, സാധാ പാത്രങ്ങളല്ല, നല്ല ക്യൂട്ടായിട്ടുള്ള വെറൈറ്റി പാത്രങ്ങളാട്ടോ ഇവിടെ. എന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഞാനും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഈ പാത്രങ്ങൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ കുറേ പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും പാത്രങ്ങൾ വാങ്ങിക്കാനുള്ളൊരു ആഗ്രഹം ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി. അത്രയും നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഓയിൽ ഡിസ്പെൻസേഴ്സ് ആണ്. അതായത് ഓയിൽ ബോട്ടിലുകൾ, അതിൽ ഓയിലും വെക്കാം, പിന്നെ പ്ലസ് രണ്ട് ടൈപ്പ് ഓയിൽ വെക്കാൻ പറ്റുന്ന പാത്രങ്ങളിൽ അങ്ങനത്തെ ഉണ്ട് കേട്ടോ കളക്ഷൻസ്. ഇതൊക്കെ പിന്നെ നമ്മൾ ടീ കോഫി അങ്ങനത്തെ സെറ്റുകളിൽ, സാധാ ടീ കോഫി സെറ്റ് അല്ലാണ്ട് അതിൻ്റെ കൂടെ ഉപ്പ് കുരുമുളക് എല്ലാം കൂടിയുള്ളൊരു സെറ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെയും കുറേ കളക്ഷൻസ് ഉണ്ട്. എന്താ പറയുക, അതിങ്ങനെ വാക്കുകളിൽ പറഞ്ഞാൽ തീരൂല. ഈ ഒരു ഷോപ്പ് 10 വർഷമായിട്ടുള്ള ഷോപ്പാണ്. പിന്നെ ഞാൻ മുമ്പ് ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഇത് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുമായിട്ട്. അപ്പം കുറേ ആൾക്കാർ ഹൗസ് വാമിംഗ് പർപ്പസിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ കുറേ ആൾക്കാർ ഓൺലൈൻ ഡെലിവറി ഓപ്ഷനും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഈ ഓൺലൈൻ ഡെലിവറീൻ്റെ പ്രശ്നം വെച്ചാൽ കൊറിയർ ടീമുകൾ ചിലപ്പം അത് പൊട്ടിച്ച് കളയും, അത് കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബൾക്കായിട്ടുള്ള ഓർഡേഴ്സൊന്നും ഓൺലൈൻ ഡെലിവറി ഓപ്ഷൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും അടുത്തുള്ളൊക്കെ ആണെങ്കിൽ അവർക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രോഡക്റ്റ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അവർ വീട്ടിലോട്ട് എത്തിച്ചേരും. അത് കുറച്ച് നിയർ ബൈ ആണെങ്കിൽ, കൊണ്ടോട്ടി നിയർ ബൈ, മലപ്പുറം ഡിസ്ട്രിക്റ്റ് നിയർ ബൈ ഒക്കെ ആണെങ്കിൽ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ അവർ എത്തിച്ചേരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ഈ കൊറിയർ ടീമിനെ വിശ്വസിച്ച് നമുക്ക് ഇങ്ങനത്തെ പാത്രങ്ങൾ ഏൽപ്പിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഈ ഓൺലൈനിൽ കാണുന്ന ഐറ്റംസ്, ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. നമ്മൾ സാധാരണ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഇതിൻ്റെ ലോക്കലും ഇറങ്ങുന്നുണ്ട്, അതായത് ഇതൊന്നും ക്വാളിറ്റി ഉണ്ടാവില്ല, നമ്മൾ തൊടുമ്പോൾ തന്നെ പൊട്ടിപ്പോകുന്ന അങ്ങനത്തെ പ്ലാസ്റ്റിക് ആയിരിക്കും. ഇതൊക്കെ ഗ്ലാസിൻ്റെയാണ്, നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളാണ്. നമ്മൾ റൈസ് ഇട്ടേക്കാനും അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ മറ്റേ പരിപ്പ്, കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനൊക്കെ പറ്റുന്ന പാത്രങ്ങളാണ് കേട്ടോ. ശരിക്കും ഹൗസ് വാമിങ്ങിനൊക്കെ നമുക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കണം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ വേണ്ടവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇവിടെ നല്ല ലേറ്റസ്റ്റ് ട്രെൻഡ് പോലത്തെ സാധനങ്ങളുണ്ട്. എന്നാൽ നോർമലായിട്ട് സ്റ്റീൽ പാത്രങ്ങളും അലുമിനിയം പാത്രങ്ങളും പിന്നെ ഗ്ലാസ് പാത്രങ്ങളും പിന്നെ ബ്രാസിൻ്റെതും ബ്രോൺസിൻ്റെയും പിന്നെ കാസ്റ്റ് അയണും നോൺ സ്റ്റിക്കും അങ്ങനെ എല്ലാവിധ സാധനങ്ങളും കൂടിയുള്ള ഒരൊറ്റ ഷോപ്പ്. പിന്നെ ഗ്യാസ് സ്റ്റൗവുകളും പിന്നെ അങ്ങനത്തെ നമ്മളെ കുക്കർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഐറ്റംസും പിന്നെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളും അങ്ങനത്തെ എല്ലാതും ഉണ്ട്. ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സകലമായ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വേറൊരു ഷോപ്പ് തപ്പി നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഓർഗനൈസേഴ്സും നല്ലതും ഇത് കണ്ടോ, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി സാധനങ്ങളാണ്. ഇതൊക്കെ നമുക്ക് എല്ലാ ഷോപ്പുകളിലും കാണാൻ പറ്റില്ല, എല്ലാ പാത്ര ഷോപ്പുകളിലും കാണാൻ പറ്റില്ല, അങ്ങനത്തെ കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഹൗസ് വാമിംഗ് പർപ്പസിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഷോപ്പിൽ വന്നാൽ മതി, നിങ്ങൾക്ക് എല്ലാം കൊണ്ട് പോവാം. അപ്പം കൊണ്ടോട്ടി നിയർ ബൈ ആയിട്ടുള്ളവരും അല്ലെങ്കിൽ തിരൂർ ഭാഗത്ത് മലപ്പുറം ഡിസ്ട്രിക്റ്റ് ഭാഗത്ത് ഉള്ളവർക്കൊക്കെ ഈ ഒരു ഷോപ്പ് നിയർ ബൈ തന്നെയാണ്. അപ്പം ഞങ്ങളിപ്പോൾ തിരൂരിൽ നിന്ന് വന്നപ്പോഴും നമുക്ക് വേർത്താണ് ഇവിടെ വരുവാണെങ്കിൽ, എല്ലാ സാധനങ്ങളും ഒരൊറ്റ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുമല്ലോ. പിന്നെ കാസ്റ്റ് അയണിൽ പാത്രങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ഡിന്നർ സെറ്റ്സിൽ ഇങ്ങനത്തെ കളക്ഷൻസും ഉണ്ട് കേട്ടോ. അതും നമ്മളൊരു നല്ല ക്യൂട്ട് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള അങ്ങനത്തെ കളേഴ്സിലുള്ള പാത്രങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കാസ്റ്റ് അയണിലെ പാത്രങ്ങളാണ്. കാസ്റ്റ് അയണിൽ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണെന്ന് അവർ പറഞ്ഞത്. നല്ല വെറൈറ്റി ടൈപ്പ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ബുൾസൈ 5 ബുൾസൈ ഒരുമിച്ച് വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പാൻ കേക്ക്സ് ഇല്ലേ അതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, ഈ പുറത്തുള്ളവരൊക്കെ ചൈനീസ് പീപ്പിളൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ ഇങ്ങനത്തെ ഇതിലൊക്കെയാണല്ലോ ഓരോന്നും ഉണ്ടാക്കുക. ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു ബോളിൽ നമുക്ക് ഒരു കുഴിയിൽ നമുക്ക് ബുൾസൈ ഉണ്ടാക്കുകയാണെങ്കിൽ അടുത്ത കുഴിയിൽ നമുക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് സോട്ട് ചെയ്യാം, അങ്ങനെ പറ്റും. അങ്ങനത്തെ രീതിയിലും പറ്റും. ഇപ്പോൾ ചിക്കൻ സോട്ട് ചെയ്യുക, വെജിറ്റബിൾസ് സോട്ട് ചെയ്യുക, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സോട്ട് ചെയ്യാം ഒറ്റ പാത്രത്തിൽ തന്നെ കേട്ടോ. അങ്ങനെ അപ്പം അങ്ങനത്തെ കളക്ഷൻസ് കഴിഞ്ഞു എന്നല്ല, ഞാൻ വീഡിയോ അധികം എടുത്തിട്ടില്ല. പിന്നെ ഇനി നമുക്ക് മുകളിലോട്ട് പോകാം. മുകളിൽ ഇതാ സ്റ്റീലിൻ്റെയും അലുമിനിയത്തിൻ്റെയും ഒരു വമ്പൻ കളക്ഷൻ തന്നെ കേട്ടോ. അപ്പോൾ ഇത് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നറിയാത്തൊരു രീതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മൾ കിച്ചണിൽ വെക്കുന്ന ഓർഗനൈസേഴ്സ് ഇല്ലേ അങ്ങനത്തെ കളക്ഷൻസ്, പിന്നെ കേസ്ട്രോള്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ഇങ്ങനെ നിരന്ന് കിടപ്പാണ്, കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതെല്ലതും അങ്ങനത്തെ പാത്രങ്ങളാണ് ഇവിടെ. പിന്നെ ഞാൻ കണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടൊരു കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടാവില്ലേ, ഇഡ്ഡലി തട്ട് ഉണ്ടല്ലേ, സ്ക്വയർ ഇഡ്ഡലി തട്ട് അങ്ങനത്തെ പ്രോഡക്ട്സ്,
അങ്ങനെ ഒരു വെറൈറ്റി സാധനങ്ങളില്ലേ അതൊക്കെ ഇവിടെ അവർ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ സ്ക്വയർ ഇഡ്ഡലി തട്ടിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓർഗനൈസേഴ്സ്, പാത്രങ്ങൾ, അങ്ങനത്തെ സ്ക്വയർ, റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള അങ്ങനത്തെ പാത്രങ്ങളൊക്കെ, പിന്നെ സ്റ്റീമേഴ്സിലും കുറേ വെറൈറ്റി, പിന്നെ പുട്ടുംകുറ്റിയിലും കുറേ വെറൈറ്റികൾ, പിന്നെ ഇതുപോലത്തെ സെർവിങ് പാത്രങ്ങൾ, അതിൽ കുറേ വെറൈറ്റീസ്. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ ഇമ്പോർട്ടഡ് കയ്യിലുകളാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ കിട്ടുന്ന കയ്യിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും അതിൻ്റെ ഓരോ ഹാൻഡിലും ഒക്കെ കേട്ടോ. അപ്പോൾ അത് കാണുമ്പോഴേ നമ്മൾ യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവുള്ളൂ ഇതും ഇമ്പോർട്ടഡ് ക്വാളിറ്റി, ഇതും നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും കൂടിയുള്ള ഡിഫറൻസ് കേട്ടോ. അപ്പം ആ ഒരു ഓട്ടോക്കോരിക്കലി അതൊക്കെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്ന ആ ഒരു സ്റ്റാൻഡില്ലേ അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതായത് നമ്മൾ പാത്രം കഴുകുന്ന അവിടെ വെക്കുന്ന ആ സ്റ്റാൻഡുകൾ, അത് അങ്ങനത്തെ കുറേ വെറൈറ്റീസ്, ഇങ്ങനത്തെ വെറൈറ്റീസൊക്കെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് നേരെ ആ ഒരു സിങ്കിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുന്ന അങ്ങനത്തൊക്കെ. പിന്നെ ഇതിൽ നമ്മൾക്ക് ഉള്ളി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇല്ലേ അങ്ങനെ വെക്കുന്ന ആ ഒരു റാക്ക്, ആ ഒരു സ്റ്റാൻഡ് അതും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി തന്നെയാണ്. ഇനി അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്തത് വരുന്നത് അണ്ടർഗ്രൗണ്ടാണ്. അവിടെ വരുന്നത് ഇതുപോലത്തെ സെറാമിക്കിൻ്റെ പാത്രങ്ങളും പിന്നെ ചിരവ, അമ്മി, അങ്ങനത്തെ കളക്ഷൻസ് ഇല്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇത് വേസ്റ്റ് ഇടുന്ന പാത്രങ്ങളില്ലേ, നമ്മൾ ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന, കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന വേസ്റ്റ് ബോക്സ്, വേസ്റ്റ് ബിന്ന് അതൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറേ വെറൈറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എനിക്ക് എന്താ പറയണമെന്ന് അറിയില്ല, കാരണം അത്രയും കളക്ഷൻസ് ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, സാധനങ്ങൾ നോക്കുന്നുണ്ട്. എന്നാലാണെങ്കിലും നമ്മൾ വീട്ടിലാണെങ്കിലും എന്തൊക്കെയാണ് വേണമെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. കാരണം കുറേ നമ്മൾ ഓൾറെഡി വാങ്ങിച്ച് വെച്ചതുണ്ടല്ലോ, യുഎന്ന് കൊണ്ടുവന്നതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ആവശ്യമുള്ളത് നോക്കിയിട്ട് വേണം പുതിയത് വാങ്ങിക്കാൻ. അതുപോലെ ഇങ്ങനത്തെ കളക്ഷൻസ്, ഇങ്ങനത്തെ പാത്രങ്ങളും, പിന്നെ ഗ്ലാസിൻ്റെ നമ്മൾ ഓർഗനൈസേഴ്സ് ഉണ്ടാവില്ലേ, കണ്ടെയ്നേഴ്സ് അതുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഭരണികൾ അതുണ്ട്. പിന്നെ ഓയിൽ ബ്രഷുകൾ, ഇങ്ങനത്തെ ഓയിൽ ബ്രഷുകൾക്ക് കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സ്റ്റോറേജ് ബോക്സുകളില്ലേ അതൊക്കെയാണത്, ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള സ്റ്റോറേജ് ബോക്സ് അങ്ങനെയൊക്കെ. പിന്നെ ഓയിൽ ബോട്ടിലുകളുണ്ട് കേട്ടോ, അതും പല വെറൈറ്റി ഓയിൽ ബോട്ടിൽസ്. പിന്നെ ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സ്, ഇതാണ് ഓയിൽ ബോട്ടിൽസ് കേട്ടോ. പിന്നെ ബ്രഷുകൾ, ചവിട്ടി, പായ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഉണ്ട്. അതും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ബ്രഷ് ക്ലീനിങ് പേർപ്പസിനായിട്ടുള്ളത് അതെല്ലാതും ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാവിധ പാത്രങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പം സ്ഥലം മറക്കണ്ട, കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മൾ പാത്രങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ഷെൽഫിലൊക്കെ അടുക്കി വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡുകളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന സംഭവങ്ങളാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അൽഗസാലി പാത്രപ്പുരയിൽ വിസിറ്റ് ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അല്ലാത്തവർ എന്തായാലും പോയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇന്ന് എനിക്ക് ഒരു നോമ്പ് തുറ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞാനെന്താ നമ്മൾ തിരൂർ നൂറിലേക്കിലാണ് വന്നിട്ടുള്ളത്. അവിടെയാണ് നോമ്പ് തുറ വെച്ചിട്ടുള്ളത്. അപ്പോൾ നോമ്പ് തുറ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐഷാസ് കാർട്ടിലെ എല്ലാ മെമ്പേഴ്സും കൂടിയിട്ടുള്ള ഒരു നോമ്പ് തുറ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെക്കുന്നത്. നമ്മൾ ആ ഒരു ഫാമിലി ബിൽഡ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇക്കയും കുട്ടികളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു, മക്കൾക്കൊക്കെ എക്സാമാണ്. ഇക്കയും പറഞ്ഞു എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ മാത്രം പോയിക്കോളാന്ന്. അങ്ങനെ ഞാനാണ് കേട്ടോ ഫസ്റ്റ് വന്നത്. എല്ലാവരോടും 6 മണിക്ക് എത്താൻ പറഞ്ഞതായിരുന്നു. 6:10 6 മണിക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. കുറേ നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഇക്ക എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇക്ക പോയി. ഇടയ്ക്ക് നമ്മളെ വ്യൂവേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നൂറിലേക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ നാടി കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് അപ്പോഴാണ് എല്ലാവരും കൂടി വരുന്നത് കേട്ടോ. ഐഷാസ് കാർട്ടിലെ നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സാണ് ഫസ്റ്റ് വരുന്ന 2 പേര് കേട്ടോ. ഐഷാസ് കാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബിസിനസ് കൊണ്ട് എനിക്ക് കിട്ടിയത് കുറേ ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനുമാണ്. അതായത് അനിയന്മാരെയും അനിയത്തിമാരെയും കേട്ടോ. എല്ലാവരും ഭയങ്കര ഒരു ടീം, നമ്മളെല്ലാവരും ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാവരും അത്രയും നല്ലൊരു റിലേഷനാണ് കീപ്പ് ചെയ്യുന്നത്. ഇതുവരേക്കും എനിക്കൊരു മോശമായിട്ടുള്ളൊരു ഫീലിങ്സ് ഇതുവരെ ഇവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. എല്ലാവരും അത്രയും നല്ലൊരു ബന്ധമാണ് നമ്മളിതുവരേക്കും ഉള്ളത്. ഇൻഷാ അല്ലാ തുടർന്നും അങ്ങനെ തന്നെ ആവട്ടെ, ആരും കണ്ണു വെക്കാണ്ടിരിക്കട്ടെ. അപ്പം നമ്മൾ കുറച്ച് കാലമായിട്ടുള്ളൂ നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. എന്നിട്ട് പോലും ആ ഒരു ടീമുണ്ടല്ലോ, ആ ടീം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞത് അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണമുണ്ട്.
എല്ലാവരും പല പല മേഖലയിലാണ് വർക്ക് ചെയ്യുന്നെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണം ഉണ്ടായാലേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് എല്ലാവരെയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നേ വേണ്ടി വരും. പിന്നെ ഞാൻ എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടാവാറില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഞാൻ വിസിറ്റ് ചെയ്യാറുള്ളൂ. പക്ഷേ അവരെല്ലാം മാനേജ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മുടെ നോമ്പ് തുറന്ന സമയമായി. ഇവിടെ നൂർ ലേക്കിൽ ഈ ഒരു സ്ഥലം നമ്മൾ പ്രതീക്ഷിച്ചതിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഫുഡും നല്ല അടിപൊളിയായിരുന്നു. നോമ്പ് തുറന്ന സമയത്ത് ഫ്രൂട്ട്സും ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ നമുക്ക് ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അവരും നമ്മളെ മെമ്പേഴ്സ് തന്നെയാണ്. പിന്നെ വേറെന്താ, അങ്ങനെ ഫ്രൂട്ട്സും എന്താ പറയുക സ്നാക്സും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫുഡാണെങ്കിലും കുറേ വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു. ഉള്ളതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അവർ ആ ഒരു കസ്റ്റമർ സർവീസും എനിക്കിഷ്ടമായി. നല്ല രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ മെമ്പേഴ്സ് അവരുടെ മക്കളെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികളെ കൊണ്ടുവരാമെന്ന്. പക്ഷെ ആരും വരുന്നില്ല. റൂയി മാത്രമേ വരാൻ എന്താ പറയുക ഒരുക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ റൂയിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നൂറിലേക്കല്ലേ, എനിക്ക് പേടിയായതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരാഞ്ഞത്. പക്ഷെ ഇവിടെ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു, അപ്പോൾ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെന്താ, അപ്പോൾ നോമ്പത്തോറൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരത്തിനുള്ള ഫെസിലിറ്റിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നിസ്കരിക്കാനുള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. പിന്നെ അവർ മെയിൻ കോഴ്സ് അതിനുള്ള തയ്യാറെടുപ്പാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി 3 മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ. അതിൽ കുട്ടികളും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഒരാൾക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. നല്ലൊരു വൈബ് തന്നെയായിരുന്നു. നമ്മളെ ഫസ്റ്റത്തെ മീറ്റപ്പാണ് കേട്ടോ. എല്ലാവരും കൂടിയിട്ടുള്ള ഫസ്റ്റത്തെ ഒരു ഗെറ്റ് ടുഗദർ, അല്ലെങ്കിൽ ഒരു നോമ്പായതുകൊണ്ട് നോമ്പുതുറ വെച്ചു അങ്ങനെ. പിന്നെ ഈ ഒരു അവസരത്തിൽ നമ്മുടെ വ്യൂവേഴ്സിന് സപ്പോർട്ടും എടുത്ത് പറയേണ്ട കേട്ടോ. എനിക്ക് മംഗലാപുരത്ത് നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, കർണാടകയിൽ നിന്നൊക്കെ ഒരുപാട് ഓർഡേഴ്സ് വരാറുണ്ട് ഐഷാസ് കാർട്ടിൽ നിന്ന് കേട്ടോ. മീൻസ് ഐഷാസ് കാർട്ടിലെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാനായിട്ട് ഞാൻ ശരിക്കും ഞെട്ടലുണ്ട്. നമ്മൾ നാട്ടിലെല്ലാവരും വാങ്ങിക്കാറുണ്ട്, പക്ഷെ ഇത് കൂടാണ്ട് പുറത്തുനിന്ന് ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള കുറേ ഉമ്മമാരുണ്ട്, ഇത്തമാരുണ്ട്, അനിത്യമാരുണ്ട്. എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് തോന്നുക കേട്ടോ. ഞാൻ മാംഗ്ലൂർ, കർണാടക, തമിഴ്നാട് എന്ന് പറയാൻ കാരണം അവിടുന്ന് നമ്മൾ നാട്ടിൽ നിന്ന് കൂടാണ്ട് പുറത്തുനിന്ന് ഉള്ളൊരു ഇതെന്ന് പറയുമ്പോൾ ഒരു വലിയ സന്തോഷമല്ലേ. അപ്പോൾ നമ്മൾ ഐഷാസ് കാർട്ടിൻ്റെ വിജയവും അതൊക്കെ തന്നെയാണ്. നമ്മളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ട് അത് സ്റ്റാർട്ടിങ് ടു ഇതുവരേക്കും ഉണ്ട്. ഇനിയും തുടർന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ.